അനുമോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ വേണ്ടിയാണ്. ആ ധൈര്യത്തോടു കൂടിയാണ് അനുമോൾ എത്തിയത്. ഇന്ന് പുലർച്ചെയാണ് അനുമോൾ എത്തിയത്. ആ പുലർച്ചെ എന്ന് പറയുന്നത് എനിക്കറിയാം. അനുമോള് കോഴിക്കോട് ഒരു പരിപാടി കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് അനുമോൾ വരുന്നത്. അങ്ങനെ അനുമോള് കോഴിക്കോട് എത്തി. കോഴിക്കോട് ഇന്ന് പുലർച്ചെ 1 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ. മൈക്ക് വിഷയമുണ്ടല്ലോ. അതെ, മൈക്ക് വിഷയമാണ്. ഞാൻ ഇങ്ങനെ മൈക്ക് പിടിച്ചിരുന്നിട്ടില്ല. ഉണ്ട്, ഒരു വർഷം മുന്നേ മാത്രം ബിഗ് ബോസ് നമ്മുടെ സ്റ്റാർ മാജിക്കില്. അതല്ലേ മൈക്ക് വിഷയമാകുമ്പോ എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായി, ബിഗ് ബോസ് അത് മൈക്കല്ലേ, അത് ഇങ്ങനെ ഇരുന്നു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതെല്ലാം തനിയെ പോകുന്നതാ. അതല്ലേ ഒളിച്ചു വെച്ചതല്ല കേട്ടോ, തന്നെ പോകുന്നതാണേ. ചില സമയത്ത് സത്യസന്ധമായിട്ട് പറയാനല്ലോ, ചില സമയത്ത് നമുക്ക് പുറത്ത് പറയാം. ശരിയായി പിടിക്കുക. ബിഗ് ബോസ് ഇവിടെ എത്തി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, സീരിയസ്. ഹായ് ബിഗ് ബോസ്. ബിഗ് ബോസ് ആണോ സംസാരിച്ചേ? പിന്നെ ആരാണ് സംസാരിച്ചത്? ഒന്നുകൂടെ പറയോ? പിന്നെ ബിഗ് ബോസ് കൂടെ പറയൂ. അനുമോൾ, നിങ്ങളുടെ മൈക്ക് ശരിയായി പിടിക്കുക. ഓ, ശരിക്കും ബിഗ് ബോസിന്റെ സൗണ്ട് തന്നെ. ബിഗ് ബോസ് ആണ്. വന്നിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ. ബിഗ് ബോസ് ഇവിടെ വരുന്നത് എനിക്ക് അല്ല, നിങ്ങള് റെക്കോർഡ് ചെയ്ത് അയച്ചു കാണാൻ നമുക്ക് ബിഗ് ബോസ് വരുമെന്നുള്ളത്. ബിഗ് ബോസ് അല്ല, ബിഗ് ബോസിനുള്ളിൽ നിങ്ങളുടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സൗണ്ട് അല്ല വന്നിട്ടുള്ളൂ. അതെ, അപ്പം ബിഗ് ബോസ് ഇവിടെ വരും. എന്നിട്ട് ബിഗ് ബോസിനെ കൊണ്ട് വേറെ എന്തെങ്കിലും സംസാരിപ്പിക്കും. അത് ഒരു സമയമാകുമ്പോ ചെയ്യും. ബിഗ് ബോസ് എന്തൊക്കെയാ വരുന്നത്, ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു സമയമാകട്ടെ. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിനെ വിളിച്ചു പറഞ്ഞ് റെക്കോർഡ് ചെയ്യിച്ച് സെന്റി മേടിച്ചതായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ബിഗ് ബോസ് എന്തായാലും ഇവിടെ വരത്തില്ല, ഉറപ്പുണ്ട്. ഏഷ്യാനെറ്റിലൊക്കെ കരാറുണ്ടല്ലേ, അതാ ഉറപ്പിച്ചു. പക്ഷെ അതൊക്കെ ഞങ്ങള് ഏഷ്യാനെറ്റിന്റെ തലപ്പതി കൃഷ്ണസാറിനോടൊക്കെ വിളിച്ച് ചോദിച്ച് അനുമതിയൊക്കെ മേടിച്ച് ഒരു പരിപാടി നമ്മൾ ചെയ്തതാണ്. അപ്പൊ ബിഗ് ബോസ് വന്നിട്ടുണ്ടോ? അവിടെ എത്ര ക്യാമറ ഉണ്ടായിരുന്നു? ഇവിടെ എത്ര? ഇവിടെയുണ്ട് 10-40 ക്യാമറ ഉണ്ട് പല സ്ഥലത്തും. ഇതെല്ലാം ഷൂട്ടിംഗ് ആയിരിക്കും. അതിന് നമുക്ക് പോകാം. ആ ബിഗ് ബോസിലേക്ക് ചെന്ന് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുതന്നെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കും. കൂടുതലും ഞാൻ സത്യം പറഞ്ഞാല് ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. എനിക്കിഷ്ടമാണ്. ഞാൻ ഈ ഷോർട്ട് വീഡിയോ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. റീൽസ്, യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ, ഫേസ്ബുക്കിലൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ കാണുന്നത് നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് സംഭവം ഉള്ളിൽ നടക്കുന്നതെന്ന്. പിന്നെ വലിയ ആരുടെയും ഫാനൊന്നും അല്ലായിരുന്നു. എല്ലാവരും എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ആർക്കും നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരും ഇഷ്ടമായിരുന്നു. നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നു സീസൺ 6 വരെ. അപ്പൊ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ പോകണം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്താണ് അവിടെ നടക്കുന്നത്. കാരണം ലോകമായിട്ട് ഒരു ബന്ധമില്ല, വാച്ചില്ല, ഫോണില്ല, വീട്ടുകാരെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ വീട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുക? കാരണം നമുക്ക് പരസ്പരം അറിയാത്ത ആൾക്കാരാണ് അവിടെ വരുന്നത്. അപ്പം എങ്ങനെയാന്നുള്ളത് അതെനിക്ക് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എല്ലാ സീസണിലും ചോദിക്കാറുണ്ട് അനുമോള് ഈ സീസൺ വരുന്നുണ്ടോന്ന്. അപ്പൊ എനിക്ക് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ. അപ്പൊ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ വർഷം പോകാൻ പറ്റി. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ലത് പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും നല്ലതേ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അനുമോളിനെ വിജയിപ്പിച്ചത് PR ആണ്. PR ആയിരുന്നെങ്കിൽ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കില്ലായിരുന്നു അല്ലേ? എല്ലാരും പറയാറുണ്ട്, എല്ലാരും പറഞ്ഞാല് എന്നെ ഇഷ്ടമില്ലാത്ത ടീംസ് പറയുന്നുണ്ട് PR ആണ് എന്നെ വിജയിപ്പിച്ചതെന്ന്. പക്ഷെ ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല. എന്നെ ഇഷ്ടപ്പെട്ട ജനങ്ങളാണ് എന്നെ വിജയിച്ചതും ഞാൻ ഇപ്പൊ വിജയിക്കാൻ എന്നെ കാരണം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ്. നമുക്ക് ബിഗ് ബോസിന്റെ ഉള്ളിൽ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾ നമുക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ പ്ലേ ചെയ്ത് കാണാം. അതിന് ഉള്ള റിപ്ലൈ തരണം. നമുക്കൊരു വീഡിയോ ഉണ്ടാകാം. ഒരു വീഡിയോ നമുക്ക് നോക്കാം. ഒരു വീഡിയോ ആ ബിഗ് ബോസിന്റെ ഉള്ളിലെ കുറെ സംഭവങ്ങൾ നമ്മൾ കടയിട്ടുണ്ട്. എന്നോട് പറ പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീല് തോന്നി. അപ്പൊ അത് പറഞ്ഞു. എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും ഉണ്ട്. അതിന് കുറെ മാറി.
സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. കുറിച്ചുള്ള അഭിപ്രായം ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരാളെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. പിന്നെ ഇപ്പം എനിക്കിപ്പം എന്താ പറയുക, നല്ലൊരു മനുഷ്യനല്ല, നല്ല ഒരാൾ, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അമ്മേ അയ്യോ, തമാശ പറഞ്ഞതാണോ? അത് ചേട്ടാ അങ്ങനെ സംസാരിച്ചു. പക്ഷെ അങ്ങനെ കുറെ സംഭവം അത് കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്ക് വയ്യ. ഇത് അയ്യോ മയക്കിട്ടിട്ടുണ്ട്, ക്യാമറ ചേട്ടാ പ്രാങ്ക് ചെയ്തതാണോ? അന്വേഷിച്ചിട്ട് എന്താ സംഭവം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. പോ ചേട്ടാ, എനിക്കറിയാം ബിഗ് ബോസ് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തല്ലേ. ഞാൻ വീട്ടില്ല. കൊള്ളാൻ ചേട്ടാ, കേൾക്കാനൊക്കെ സുഖമുള്ളു. എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ ചോദിക്കാം, എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? പറ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്ത് ചേട്ടാ പറയുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇത് പ്രാങ്കാണ് മകനെ, ഇതിൽ ഞാൻ വീഴില്ല. ശരിക്കും പറ. എന്ത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം. എന്ത് പറയാൻ? പോണോ എണീറ്റ്? ഞാൻ ഇപ്പൊ കല്യാണം പറ്റി ചിന്തിക്കുന്നില്ല. അതുമല്ല എനിക്ക് സെറ്റിൽ ആവണം. ഒന്നും എന്നോട് പറ സത്യം. ഇത് കിടക്കുന്നതേ ഉള്ളൂ. അമ്മയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ കല്യാണം എന്നുള്ളത്. അവര് ജീവിച്ചിരിക്കുമ്പോ അത് നടത്തി കൊടുക്കണം. എനിക്ക് എങ്കിൽ എന്നോട് പറ, ഇവിടെ നടന്ന സംഭവം എന്തായിരുന്നു? ആ പറയൂ. ഇത് എപ്പിസോഡിൽ നിന്ന് എടുത്തിട്ടിരിക്കുന്നതാട്ടോ. ഈ പുള്ളിക്കാരൻ എന്റെ അടുത്ത് ഇഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ തിരിഞ്ഞിട്ട് എന്നെ കൊല്ല് എന്നുള്ള റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എപ്പിസോഡിൽ വന്നിട്ടില്ല. ഇനി ലൈവിൽ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ലൈവിലുണ്ട്. കാരണം എനിക്ക് എനിക്ക് നെഞ്ചടിച്ചു പുള്ളി. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യുന്നത്. കാരണം എനിക്ക് എന്നെ മുഖത്ത് നോക്കി ആരും ധൈര്യത്തോടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ എപ്പോഴും പെൺകുട്ടികൾ നോക്കുമ്പോ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി ഈ പ്രത്യേകിച്ച് ഈ ചേട്ടന്മാര് പുരുഷന്മാര് ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഉള്ളിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് സന്തോഷമാണ് എന്നത്. നമുക്ക് തിരിച്ചാൽ നമുക്ക് എന്താ ഇഷ്ടമില്ലെങ്കിൽ പോലും ആ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ചെറിയ സന്തോഷം വരാറില്ലേ? ഞാൻ ഗേൾസിനടുത്താ ചോദിക്കുന്നത് അല്ലേ? നീ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞാൻ പ്രാങ്ക് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നെ എന്ത് തിരിച്ച് പറയണമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പുള്ളിയുടെ സിസ്റ്ററാണെന്നൊക്കെ. അപ്പൊ ആ സിസ്റ്റർ ആക്കി വെച്ചിട്ട് പിന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് ഒരു പ്രാങ്ക് കൊടുത്തതായിരിക്കും. കാരണം ആ വീക്കിലൊക്കെ പ്രാങ്ക് നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ചിരിച്ച് അതങ്ങനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അതെ. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു. എന്നിട്ടും ക്യാമറ ഫുള്ള് നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നത്, തിരിയുന്നതും ഞാൻ നടക്കുന്നതും. ഞാൻ വാഷ്റൂമിന്റെ ഏരിയയിൽ പോയപ്പോഴും എല്ലാ ക്യാമറ എന്റെ പുറകെ. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് ഇത് പ്രാങ്കാണെന്ന് ഞാൻ പിന്നെ വിചാരിക്കുന്നു. പിന്നെ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നല്ലോ, പുള്ളി ദേഷ്യത്തിൽ നടക്കുന്നു. അപ്പൊ പുള്ളി എന്തായാലും അഭിനയിക്കാൻ അറിയത്തില്ല ഏത് കാര്യത്തിലും. ഈ ഒരു പ്രാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തപ്പോൾ മനസ്സിലായി പ്രാങ്ക് അല്ല, പുള്ളി പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു പോയതാണ്. അതെ, പറഞ്ഞു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.